കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ബ്രിമ്മിലേക്ക് പോകുമ്പോൾ ബി.ജെ.പിയുടെ രഹസ്യ അജണ്ട കുറേശ്ശെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്തുകാർക്ക് ഭാഗ്യമുണ്ട്. കേന്ദ്രത്തിൻ്റെ മൂന്നാമത്തെ മന്ത്രി, അത് ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയായിട്ട് ശശി തരൂർ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. കേന്ദ്രമന്ത്രിയായി, അതായത് കേന്ദ്ര വിദേശകാര്യ മന്ത്രി സ്ഥാനമാണോ അതോ ഇനി മറ്റേതെങ്കിലും വകുപ്പാണോ എന്നറിയില്ല, എന്തായാലും കേന്ദ്ര ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരു മന്ത്രിയായി ഇപ്പോൾ തുടക്കത്തിൽ സഹമന്ത്രിയായിട്ട് എടുക്കും, അത് കഴിഞ്ഞാൽ ക്യാബിനറ്റ് റാങ്കിലേക്ക് പോകും. വളരെ പ്രധാനമായി ശശി തരൂരിനെ കേന്ദ്ര മന്ത്രിസഭയിൽ എടുക്കുവാനുള്ള എല്ലാ സാധ്യതയുമാണ് തെളിഞ്ഞു വരുന്നത്. അങ്ങനെ വന്നാൽ അതിന് ശശി തരൂർ കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദാനം, തിരുവനന്തപുരം നഗരസഭയിൽ ശശി തരൂർ പ്രവർത്തനത്തിനിറങ്ങുകയും അങ്ങനെ നഗരസഭ പിടിച്ചു കൊടുക്കാമെന്നുള്ള ഒരു എഗ്രിമെൻറ്റിലേക്ക് ശശി തരൂർ പോയിട്ടുണ്ട്. MP എന്നുള്ള നിലയിൽ തൻ്റെ എല്ലാ കോൺടാക്റ്റുകളും തനിക്ക് കോൺഗ്രസിനകത്ത് നല്ലൊരു വിഭാഗം തൻ്റെ കൂടെ ഉണ്ടെന്നും അവർ സൈലൻറ്റ് സ്ലീപ്പർമാരായി കൂടെ ഉണ്ടാകുമെന്നും അങ്ങനെ അതിലൂടെ തിരുവനന്തപുരം കോർപ്പറേഷൻ അട്ടിമറിക്കാമെന്നും. അപ്പോൾ ഒരു വെടിയിൽ രണ്ട് പക്ഷിയാണ്. ഒന്നാമത്തെ പക്ഷി ശശി തരൂരിനെ വലിച്ചിപ്പുറത്ത് കൊണ്ടുവരാൻ പറ്റി. അദ്ദേഹം അപ്പുറത്തായാലും ഇപ്പോൾ കേന്ദ്രം കോൺഗ്രസിനകത്ത് നിന്നാലും കോൺഗ്രസിൻ്റെ മുന്നണി വരികയാണെങ്കിൽ അദ്ദേഹം മന്ത്രിയാവുന്ന ആളാണ്, അത്രയും വലിയ ആളാണല്ലോ. അപ്പോൾ അദ്ദേഹത്തെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് കേന്ദ്രമന്ത്രിയാക്കുക, അതിലൂടെ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ പിടിക്കുക. അങ്ങനെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള നിലയിൽ മോഡിയുടെ ക്യാമ്പ് നീങ്ങുന്നു, അമിത്ഷാ ക്യാമ്പ് നീങ്ങുന്നു. വളരെ നല്ലൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്നുള്ള മന്ത്രിയായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇനി അറിയേണ്ടത് വകുപ്പ് ഏതാണ്, സത്യപ്രതിജ്ഞ എന്നാണ് തിരുവനന്തപുരത്തിനേക്ക് വേണ്ടി അദ്ദേഹം പുറത്തിറങ്ങുന്നത്. BJPക്ക് വേണ്ടി മിക്കവാറും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഇറങ്ങാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് പക്ഷേ അദ്ദേഹം ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ഒന്ന് പുകച്ച് പുറത്തു കാണിക്കാൻ, അതായത് നിങ്ങൾ പൊക്കോളൂ എന്ന് 10 വലിയ നേതാക്കൾ, രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ പറഞ്ഞാൽ അദ്ദേഹം ആ സെക്കൻഡിൽ ഇറങ്ങുന്ന അടുത്ത സെക്കൻഡിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായോ അല്ലെങ്കിൽ അതിൻ്റെ വളരെ ഏറ്റവും വലിയ ബോഡിയിലേക്ക്, BJPയുടെ ബോഡിയിലേക്ക് പോകും. എന്തായാലും ശശി തരൂർ റെഡി, ഷർട്ടും ജുബയും എല്ലാം അടിച്ച് വളരെ കോട്ടുമൊക്കെ അടിച്ച് വളരെ കൃത്യമായി നിൽക്കുന്നു. നരേന്ദ്രമോദി ആയിരിക്കും ഷേക്ക് ഹാൻഡ് കൊടുത്ത് BJPയിലേക്ക് എടുക്കുന്നത്. അങ്ങനെ ഇനി അറിയാനുള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പേ മോഡിയും നമ്മുടെ ശശി തരൂരും തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പിന് ഒരേ വേദിയിൽ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വരുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയാനുള്ളത്.